ഹലോ 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 മാം, കേൾക്കുന്നുണ്ട്. ഹലോ മിസ് എന്നാ പ്രയറും ബ്ലഡ്ജൊക്കെ ചൊല്ലിക്കൂടെ? ഹലോ മിസ്സേ. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രയർ ചൊല്ലട്ടെ കേട്ടോ. ആനന്ദയാലവായിതാശിന്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല
ഈശ്വരനല്ലയോ സകലസ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ നീകാധിപനെ, നീതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം. സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ, നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോ തെന്മാർഗത്തിൽ, അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗപൃഷ്ടൻ വഴിയിലുമല്ല. ആനന്ദയാലവായതാം ശൂന്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. Pledge. India is my country. All Indians are my brothers and sisters. I love my country, and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give respect to my parents, teachers, and all elders, and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity, along lies my happiness. Thank you. Jai Hind. ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അതല്ല, ഇപ്പൊ 25 കുട്ടികള് അത്ര തന്നെ ഉണ്ടാവുള്ളൂ ക്ലാസ്സില്? ചിലപ്പോ ഇതിലാറ് ഉണ്ടാവലുണ്ട്, ചിലപ്പോ ഇത്രയും ഉണ്ടാവലില്ല. ഓക്കെ. മിസ് ഞാൻ സംസാരിച്ചു നോക്കി. അപ്പൊ ഓക്കെയാണ്. ഓക്കെ. പ്രയറും പ്ലെഡ്ജും കഴിഞ്ഞു. റീഡിങ്ങും അത് പറയാനൊക്കെ അതിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നില്ലേ? സൗണ്ട് വല്ലാണ്ട് കേൾക്കണില്ല. സെക്കൻഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ്. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് കംപ്ലീറ്റ്, അതായത് സൈക്കോളജിന്റെ ഫസ്റ്റ് യൂണിറ്റ്. മിസ് കേൾക്കണില്ല, വല്ലാണ്ട് ചെറിയ സൗണ്ടാണ്. ഇല്ലല്ലോ. ഓക്കെ. കട്ടാവുകയാണോ അതോ സൗണ്ട് ഇല്ല? എന്താ പ്രശ്നം? കൂട്ടണമെന്നോ? സൗണ്ട് ഇടക്ക് കട്ടാകാണ്. ഞാൻ സംസാരിച്ച് ക്ലിയർ ആണ് മിസ്. അതിന് 2 ക്ലാസ് യൂണിറ്റ് സൈക്കോളജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈക്കോളജി എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഒരു കുട്ടി
അതുപോലെ അവരുടെ ബിഹേവിയർ, അതിനെ കുറിച്ചിട്ടും ഒരു ടീച്ചറും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സംഭവങ്ങളൊക്കെ ഓക്കെ? അതൊന്നുകൂടി ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? എന്താ തോന്നുന്നത്? നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് അടുത്തതിലും വരുന്നത്. അതായത് നമ്മളതിൽ ജസ്റ്റ് സൈക്കോളജി എന്താണ്, ചൈൽഡ് സൈക്കോളജി എന്താണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, അതിൻ്റെ മീനിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അടുത്ത യൂണിറ്റിൽ വരുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ ഒരു കോണ്ടന്റ് അതിലെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് എല്ലാരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വിളിക്കാണ്ട് തന്നെ മുന്നോട്ട് വരുന്ന കുട്ടികളാണ്. ഇതിനോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, എന്താണ് സൈക്കോളജി, അതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യത്തെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ട്. നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട്. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. മിസ് ഒപ്പം നിൽക്കണം. വെരി ഗുഡ്. സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് വില്യം വോണ്ടാണ്. പിന്നെ ശാസ്ത്രത്തിന്റെ നിർവചനം പെരുമാറ്റത്തെയും ഭൗതിക പ്രക്രിയകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. കോഗ്നിറ്റീവ് പ്രോസസ് ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക, റീസണിങ്, അതൊക്കെ ഉൾപ്പെടും. സൈക്കോളജി എന്ന വാക്കിന്റെ ഉത്ഭവം ഗ്രീക്ക് വേർഡായ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നുണ്ടായതാണ്. സൈക്ക് ആൻഡ് ലോഗോസ്. സൈക്ക് പറഞ്ഞാല് സോള്, അതായത് ആത്മാവ്, പിന്നെ ശാസ്ത്രം, സയൻസ്. പിന്നെ 4 ഫേസസ്: സയൻസ് ഓഫ് സോള്, സയൻസ് ഓഫ് മൈൻഡ്, സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, സയൻസ് ഓഫ് ബിഹേവിയർ. പിന്നെ പഠനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് മനസ്സാണ്. പിന്നെ സൈക്കോളജിക്ക് സ്കിന്നറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മനഃശാസ്ത്രം അനുഭവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും ശാസ്ത്രം എന്നാണ് സ്കിന്നർ പറയുന്നത്. പിന്നെ പെരുമാറ്റം എന്നാല് ജീവി കാണിക്കുന്ന ഒരു പ്രവൃത്തിയോ പ്രതികരണങ്ങളോ ആണ് ബിഹേവിയർ എന്ന് പറഞ്ഞാല്. പിന്നെ പ്രോസസ്സ് നമ്മുടെ മാനസിക ജീവിതത്തിലെ എല്ലാ വശങ്ങളും ചേർന്നതാണ്. പിന്നെ മനഃശാസ്ത്രത്തിന്റെ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി 2 ഇതുണ്ട്. അത് കുട്ടികളിലെ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ചൈൽഡ് സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും. വിദ്യാഭ്യാസവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. വിദ്യാഭ്യാസ മേഖലയിൽ മനഃശാസ്ത്രത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. വിദ്യാഭ്യാസവും മനഃശാസ്ത്രവും പരസ്പരം അടുത്ത ബന്ധമുള്ളവയാണ്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. അപ്പോൾ നമ്മള് മനഃശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പ്രയോഗിക്കണം. അതിനാൽ ഇതിനെ അപ്ലൈഡ് സൈക്കോളജി എന്നും വിളിക്കുന്നു. പിന്നെ ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളും വികസനങ്ങളും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ചൈൽഡ് സൈക്കോളജി. പിന്നെ ചൈൽഡ് സൈക്കോളജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. വംശപരമ്പരാഗതം, എൻവയോൺമെന്റ്, പരിസ്ഥിതി. വംശപരമ്പരാഗതം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ ലഭിക്കുന്ന ഗുണങ്ങളും ജനിതക സ്വഭാവങ്ങളുമാണ്. എൻവയോൺമെന്റ് പറഞ്ഞാൽ ശാരീരികമായും സാമൂഹികമായും ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ. പിന്നെ സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, കോഗ്നിറ്റീവ് പ്രോസസ്, ഡിസിഷൻ മേക്കിംഗ്, ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ, തിങ്കിങ് സ്കിൽസ്. പിന്നെ മനസ്സിന്റെ 3 ഘടകങ്ങള്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. പിന്നെ സൈക്കോളജിയുടെ നേച്ചർ പറയുന്നത് മനുഷ്യരുടെ പെരുമാറ്റത്തെ കുറിച്ച് അന്വേഷണം നടത്തുക,
പിന്നെ പെരുമാറ്റത്തിലെ ശാസ്ത്രീയ പഠനം, പെരുമാറ്റവും അനുഭവങ്ങളും സംബന്ധിച്ച ശാസ്ത്രം, വ്യക്തികളെ കേന്ദ്രീകരിക്കുക. നിരവധി ലക്ഷ്യങ്ങളുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് സൈക്കോളജി. പിന്നെ സ്കോപ്പ്, വ്യക്തികളുടെ പ്രൊഫഷണൽ കഴിവുകളും അറിവുകളും മനസ്സിലാക്കുക, മനുഷ്യരുടെ കഴിവുകളെ ഗ്രേഡ് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, വർഗീകരിക്കുക, തരംതിരിക്കുക എന്നിവ ചെയ്യുന്നതിൽ സഹായിക്കുന്നു. പിന്നെ അസാധാരണ വ്യക്തികളെയും വൈകല്യമുള്ള കുട്ടികളെയും മനസ്സിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ആരോഗ്യ പരിചരണം, പഠന വൈകല്യങ്ങൾക്കുള്ള പിന്തുണ, പ്രതിഭ നിർണയം. പിന്നെ പോരെ മിസ്സേ. കേട്ടില്ല. ഇതായിട്ടുള്ള ഒരു ടച്ച് വിട്ടു പോവാണ്ട് നോക്കിയപ്പോഴും എനിക്ക് ആക്ച്വലി ഈ സൈക്കോളജീൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ഒന്ന് തിങ്ക് ചെയ്താൽ അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിങ്ക് ചെയ്താൽ കിട്ടും അല്ലേ? ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുമായിട്ടൊരു ടച്ച് ഉണ്ടാവുക, അത് വായിച്ചു പോവുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഫർസാനല്ലേ സംസാരിച്ചത്? ഫർസാനല്ലേ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അപ്പം എന്താണ് ഇപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിച്ച് അതിലുള്ള മോഡിഫിക്കേഷനാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തുകൊണ്ട് ടീച്ചിങ് ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു എന്നുള്ളതും അത് തന്നെയാണ്. കാരണം അവിടെ എന്താണ്, നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു അപ്ലൈഡ് സൈക്കോളജിയാണ് അല്ലേ? അങ്ങനെ അതിനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. എന്താണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അത് ഏത് വേർഡിൽ നിന്ന് വന്നു എന്നുള്ളത്, അതിൻ്റെ നേച്ചർ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, ഒരു ടീച്ചറും ഒരു കുട്ടിയും ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ്, ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഉള്ളത്. ഈ കാര്യത്തില് പിന്നെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, എന്താണ്, കുട്ടികൾ ഫോക്കസ് ചെയ്തിട്ട് അതിനെ പഠിച്ചിട്ട് അതിനെ മനസ്സിലാക്കി അതിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണോ, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണോ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നത്. കാരണം എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, പ്രിൻസിപ്പൾസ്, ഐഡിയാസ് ഈ ഒരു ലെവലിൽ അപ്ലൈ ചെയ്യണം എന്ന് നോക്കുകയാണ്. അവിടെയാണ് ടീച്ചേഴ്സ് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ സംസാരിക്കാം. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് സൈക്കോളജിയാണ്. അത് എന്തുകൊണ്ടാണ്, സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മോഡിഫൈ ചെയ്യാണ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ അവിടെ പഠിച്ചെടുക്കുകയാണ്. പക്ഷെ എഡ്യൂക്കേഷനിൽ നമ്മൾ എന്താണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ ഹ്യൂമൻ ബിഹേവിയറിനെ നമ്മൾ കണ്ടുപിടിച്ച ആ ഹ്യൂമൻ ബിഹേവിയറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരികയാണ്. അതായത് അപ്ലിക്കേഷൻസ് നടത്തുകയാണ്. സൈക്കോളജിക്കലി ഉള്ള കുറേ പ്രിൻസിപ്പിൾസും ഐഡിയാസും കോൺസെപ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാണ്. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇങ്ങനെ നമ്മൾ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, ഒരു അപ്ലൈഡ് ഓക്കെ. എന്താണ്, അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്, ഒരു
കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പോൾ പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് അവിടെ കാണിക്കുന്നു. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൽ നമ്മൾ കുറെ നമ്മുടേതായ ട്രിക്സുകളും സൈക്കോളജിക്കലി ഉള്ള പ്രിൻസിപ്പിൾസും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് മോഡിഫിക്കേഷൻസ് നടത്തുന്നു. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ ഒരു ടീച്ചിങ്ങും ലേണിങ്ങും ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നർ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിസ്ക്രൈബ് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എന്താണ്? ഒരു ടീച്ചിങ് ലേണിംഗ് ആണ്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ്. അത് ടീച്ചിങ്ങും ലേണിങ്ങും അവിടെ എന്ത് ഡീൽ ചെയ്യുന്നു. അതായത് ഒരു പഠിക്കലും പഠിപ്പിക്കലുമാണ് അവിടെ നടക്കുന്നത് അല്ലേ. ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്രോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാൾ പറഞ്ഞത് എന്താണ്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ. നമ്മളെ ബർത്ത് ടു നമ്മുടെ ഡെത്ത് വരെയും നമ്മുടെ ഓൾഡ് ഏജ് വരെയും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാണ് അല്ലേ. അപ്പോൾ ക്രോ എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്താ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അയാള് ജീവിതത്തിൽ പഠിച്ചെടുത്ത ഒരു എക്സ്പീരിയൻസ്. അതായത് അയാളുടെ ബർത്ത് മുതൽ അയാളുടെ ഓൾഡ് ഏജ് വരെ അയാൾ ലേൺ ചെയ്തെടുത്ത എക്സ്പീരിയൻസ് ആണ് എന്ത് പറയുന്നത്? ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അയാൾ പറഞ്ഞത്. അത് ശരിയല്ലേ? നമ്മളെ ഒരു കുട്ടി ജനിച്ചുള്ള കാര്യം നോക്കുക. അപ്പോൾ അവര് ഓരോ മന്തിൽ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന. ഇപ്പൊ എൻ്റെ മോനിപ്പോ എന്താണ് ടാറ്റ കൊടുക്കാൻ പഠിച്ച്. അപ്പോൾ ഇവര് ഇടയ്ക്കിടയ്ക്ക് ടാറ്റ ഒരു കാര്യം പഠിച്ചത് നമ്മൾ പിന്നെ പിറ്റേ ദിവസം വേറെ സംഭവം പഠിച്ച്. അത് അവര് എന്താണ് ഓരോ ദിവസം ലേൺ ചെയ്യുന്നു. അത് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു. അത് നമ്മൾ ഇപ്പോൾ ചെറുതിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് തുടങ്ങി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതൊന്നും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി. ഇതൊക്കെ എന്താണ്? ഒരു കൈൻഡ് ഓഫ് സൈക്കോളജി തന്നെയാണ്. അതായത് നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് ത്രൂ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ക്രോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞത് എന്താണ് ഒരു ഇൻഡിവിജ്വല് അയാളുടെ ബർത്ത് തൊട്ടിട്ട് അയാളുടെ ഓൾഡ് ഏജ് വരെ ആ ഒരു ജേർണിയിൽ അയാൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അയാളുടെ എക്സ്പീരിയൻസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. സ്കിന്നർ പറഞ്ഞത് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ്. അതിൽ നമ്മൾ ടീച്ചിങ്ങും ലേണിങ്ങും ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ് എയിം ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി, അതായത് ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അവൻ്റെ ഒരു ബർത്ത് തൊട്ടിട്ട് അവൻ്റെ ഒരു ജേർണിയിൽ ത്രൂ അവരുടെ ഒരു പേഴ്സണാലിറ്റീൻ്റെ ഒരു ചേഞ്ചസ് നടക്കില്ലേ, അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്സ് നടക്കും. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്തിലാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഡിസൈറബിൾ ആയിട്ടുള്ള, അതായത് നല്ല ഗുണങ്ങളുള്ള ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മളൊരു കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതെങ്ങനെയാണെന്ന് അനാലിസിസ് ചെയ്യുന്നു. അതിലൂടെ അതിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാ എന്നുള്ളതാണ് ആ കുട്ടിയിൽ എത്ര നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം, അതിനെന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ചെയ്യണം, എവിടെയൊക്കെ ചേഞ്ച് ചെയ്യണം, എവിടെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം, എവിടെയൊക്കെ വീക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കലാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു മെയിൻ എയിം, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു എക്സാമ്പിൾ ആയിട്ടോ എന്തായിട്ടോ എഴുതാം. അപ്പോൾ എന്താണ് ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തതാണ്. കണ്ണൂർ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അവൻ ജസ്റ്റ് 10ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുള്ളൂ. അവന്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കര ബിയേർഡ് ആയിക്കൊണ്ടിരിക്കാം. മീൻസ് അവനക്ക് ഇൻസിഡന്റ് നിനക്ക് ബോറുണ്ടോ? ഒരു ഇൻഫോർമേഷൻ എന്നുള്ള ലെവലിലേക്ക് പറയുമ്പോൾ
ഓക്കെ ആണോ നിങ്ങൾ അതിനോട്? അപ്പോൾ എന്താന്ന് വെച്ചാല് ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവനക്ക് 9th കഴിഞ്ഞപ്പോൾ വരാൻ തുടങ്ങി മീശ. അപ്പോൾ ആ ഒരു ഏജ് പിള്ളേർ, അതായത് അവരുടെ പൂർത്തിയെത്തുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സിലൊക്കെ ഇങ്ങനത്തെ ഇടാമല്ലോ. അപ്പോൾ അവന്റെ ക്ലാസ്സിൽ അവനക്കാണ് ഇവനെ എന്ത് ചെയ്തു, ബാക്കിയുള്ള പിള്ളേര് വേറെ രീതിയിൽ പറയാനും ട്രീറ്റ് ചെയ്യാനും മീശ വന്നതിനെ കുറിച്ച് കളിയാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആകെ മാറി. ഇവന് പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ല, ഓർക്കില്ല, അങ്ങനെ. അതായത് ഇവന് ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി. കാരണം അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കണത് അവന് കോൺഷ്യസ്ലി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെന്ത് ഇങ്ങനെ ഒരു ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ അവിടെ എത്തിയത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ നമ്മളുടെ ആയിക്കോട്ടെ, നമ്മുടെ കൂടെ സ്റ്റുഡൻസ് അവർ മറ്റു സ്റ്റുഡൻസിനോട് ബിഹേവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയൊരു ബുള്ളിങ്, ചെറിയൊരു ബോഡി ഷേമിങ്, ആ മെന്റൽ ഹെൽത്തിനെയാണ് അവിടെ എഫക്ട് ചെയ്തത്. അവൻ്റെ ആ ഒരു തോട്ട് പോവാൻ വേണ്ടിയിട്ട് അവിടെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ആയിരുന്നു. ഒരു ഡിപ്രസീവ് സ്റ്റേജും അതേപോലെ ഒരു ഫാൾസ്, ഒരു വേണ്ടാത്ത തോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഭയങ്കര നമുക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അവന് ഭയങ്കരമായി കുറിച്ച് മാറി ചിന്തിക്കാനും തെറാപ്പി എടുക്കാനും തുടങ്ങിയതിന് ശേഷമാണ് അവനതൊന്ന് റിക്കവർ ആയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളടുത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ബാഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അത് ഇതുപോലുള്ള സ്റ്റുഡൻസിൽ ഉണ്ടാക്കുന്ന, പിന്നെ നമ്മളെടുത്ത് വരുന്നത് അത്രയും നിങ്ങളെടുത്ത് വരുന്നത് അത്രയും കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവരെന്താണ് ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നേ ഉള്ളൂ. എന്താ തെറ്റി എന്താ ശരി എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിന്നോ നമ്മുടെ വേർഡ്സിന്നോ നമ്മുടെ ബിഹേവിയറിന്നോ അവർക്ക് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊന്നും ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് എനിക്കൊരു അഡീഷണൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇങ്ങനത്തെ ഒരു ഇപ്പം നമ്മൾ കണ്ടോ ചെറിയൊരു പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നവേ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു പാരൻറ്റിങ് ആണ് ആയിക്കോട്ടെ. ഒരു പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. അതിൽ വരുന്ന ചേഞ്ചസ് വരെ നമ്മുടെ പിള്ളേർ അവരുടെ ഓരോ ഡെവലപ്മെൻറ്റ്സിലും അവർ അങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വികാരിയസ് ലേണിംഗ്. അത് പറഞ്ഞാൽ നമ്മളെ ബിഹേവിയർ കണ്ടിട്ട് നമ്മൾ വളർന്നു വരുന്ന മക്കള് അത് നോക്കി പഠിക്കൂലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, പാമ്പിനെ കണ്ടാൽ പേടിക്കണം എന്നുള്ളത് ചെറിയ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. അവർക്ക് അതിനെ കണ്ട വല്ലാണ്ട് പേടിച്ച പോലെ ഒന്നും റിയാക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾക്ക് അതെങ്ങനെ പഠിച്ചത്? നമ്മളെ പാരൻസ് അതിനോട് ഒരു ഫിയർഫുള്ളായിട്ട് ഒരു റിയാക്ഷൻ കാണിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ലേൺ ചെയ്തതായിരിക്കും. അപ്പം നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളൊരു സിറ്റുവേഷനിൽ എന്തൊക്കെ ആക്ട് ചെയ്യുന്നു, അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഏരിയ, ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നമ്മളുടെ പിള്ളേരുടെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിഹേവിയറിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ അതിൻ്റെതായ ഒരു പ്രൊഫഷണലിസം, അതിൻ്റെതായ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഒക്കെ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ കുട്ടികളുടെ ഒരു ലേണിങ് മാത്രമല്ല നടക്കുന്നത്, അവരുടെ മെന്റൽ പ്രോസസ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരു 4 വയസ്സ് 5 വയസ്സാവുമ്പോൾ അവരവരുടെ പാരൻസിന്ന് വിട്ടിട്ട് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. പിന്നെയുള്ള അവരുടെ ഡെവലപ്മെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഹേവിയർ, കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ ബിഹേവിയറിലും നല്ല ചേഞ്ചസ് കൊണ്ടുവരിക, അവർക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും വർക്കും ടോപ്പിക്സും ഒക്കെ കൊടുത്ത് ഡിസ്കസ് ചെയ്യാനും അവരെ ഡീൽ ചെയ്യാനും പഠിക്കുക എന്നുള്ളത് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പിന്നെ ഇതൊക്കെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് അല്ലേ. ലേണിങ് അത് ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീച്ചിങ് ലേണിങ് എന്നുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്.
അവിടെ നടക്കുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. നമ്മൾ പറഞ്ഞു നേരത്തെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കണം, അതേപോലെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടാവണം. ബിക്കോസ് നമ്മുടെ കുട്ടികൾ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്താനുള്ള കാരണവും അത് തന്നെയായിരുന്നു. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എടാ, ഞാൻ ഓക്കെ ആണോ പറയുന്നത്? എനിക്ക് എന്താണ് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? കോൺസെപ്റ്റ് നിങ്ങൾക്ക് കയറുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ സംഭവമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സ്പീഡുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയും നമ്മുടെ സ്റ്റുഡൻസും തമ്മിലുള്ള നമ്മുടെ സ്റ്റുഡൻസ് അതേപോലെ നമ്മുടെ ടീച്ചിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻ. അതായത് നമ്മൾ സ്കിന്നർ എന്താ പറഞ്ഞത്, നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എന്തൊക്കെ ഡീൽ ചെയ്യുന്നത്, നമ്മുടെ ടീച്ചിങ്ങും ലേണിങ്ങും എന്നുള്ള കാര്യമാണ്. അതേപോലെ ഒരു ബിഹേവിയറിനെ മനസ്സിലാക്കിയിട്ട് അതിനെ പഠിച്ച് അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറേ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കുട്ടികളുടെ ഒരു നല്ല പേഴ്സണാലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ വരുത്തേണ്ട ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, അവരെവിടെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം, അവരെവിടെയൊക്കെ ശക്തിപ്പെടുത്തണം, എവിടെയൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഏരിയകളൊക്കെ കണ്ടുപിടിച്ച് അതിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജീൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മർസീനാക്ക് ഓക്കെ ആണോ? പിന്നെ നമ്മളിതിൽ പറഞ്ഞു ഇതൊക്കെ എന്താണ്, ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഡിഫറെൻ്റ് പാരൻറ്റിങ്ങിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ഓരോരുത്തരുടെ റിലീജിയസ് ബിലീഫ്സ് വേറെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ, ഒരു വേറെ കാണലില്ലേ, അതൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഇല്ലാണ്ടിരിക്കലാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് അറിയാം? അതായത് നമ്മൾ ഒരു ഫോക്കസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? നമ്മുടെ ടീച്ചിങ് മെത്തേഡിന്, അതേപോലെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ലേണിംഗ് പ്രോസസ്സ്, അത് അവരെങ്ങനെ പഠിക്കുന്നു, അവർ പഠിക്കേണ്ടത് എങ്ങനെയാണ്, അവർ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ, ലേണിംഗ് ഡിസബിലിറ്റി, അതായത് പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവും, അതിൽ ഡിസ്റ്റർബൻസ് ഉള്ള കുട്ടികളുണ്ടാവും, അവരൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ പോയ ടൈമിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ ബി എന്ന് എഴുതും, അതായത് സ്മോൾ ലെറ്റർ ബി. അതിൻ്റെ ഒരു സംഭവം വരുന്നത് അങ്ങോട്ടാണല്ലോ, ബി എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഒരു തലപ്പ് വരുന്നത് അങ്ങോട്ടാണല്ലോ. ഇവൻ ബി എന്ന് എഴുതിയിട്ട് ഡി എന്ന് വായിക്കും. കാരണം എനിക്ക് കൺഫ്യൂഷനാണ്, ബിയും ഡിയും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടല്ലേ സ്മോൾ ലെറ്റർ. അപ്പോൾ ഇവന് ഉഷാറായിട്ട് ബി എന്ന് എഴുതിയിട്ട് എന്നോട് ഡി എന്ന് പറയും എപ്പോഴും. ഞാൻ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഭയങ്കര ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ ഒരു പേഷ്യൻസ് ലെവലും നമ്മുടെ എഫേർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ പഠിക്കണം, അവരെങ്ങനെ പഠിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു ടൈം, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റൻഷൻ എന്നുള്ളതൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ ആ ഒരു ചേഞ്ചസ്, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും അവർ പഠിക്കുന്ന കാര്യങ്ങൾ, അതിലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടോ, അവരുടെ ഇൻ്റലിജൻസ് അവിടെ കൂടുന്നുണ്ടോ, അവരുടെ സ്കിൽ അവിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മളിവിടെ നോക്കണം. പിന്നെ അതേപോലെ അവരുടെ പേഴ്സണാലിറ്റി, നമ്മുടെ അടുത്ത് നിന്നുണ്ടാവുന്ന ഒരു കാര്യങ്ങളും അവരുടെ നിന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ. കാരണം നമ്മളടുത്ത് വന്നതിൻ്റെ ശേഷം
എന്ന് പറയുന്നത് കുറേ ഫ്രണ്ട്സും ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുറേ ഇൻഡിവിജ്വൽസ് കൂടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഒരാളുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഒരു വീട് എന്നുള്ള ഒരു ലോകത്തിന് വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെയാണ് പിള്ളേർക്കത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇനീഷ്യലായിട്ടുള്ള സ്റ്റേജിൽ അവരുടെ തുടക്ക ടൈമിൽ കുറേ ബുദ്ധിമുട്ടുകൾ കാണിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഉണ്ടാവുന്ന ആ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സും ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പും അതിലൊക്കെ ഉള്ള അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അവരുടെ മറ്റു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അവിടെ അവരുടെ ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. അതേപോലെ നമ്മളെ ഗൈഡൻസ് എന്തായിരിക്കണം, എപ്പോഴും അവരിലൊരു ഗുഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കണം. നമ്മൾ ഗൈഡ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു ഗുഡ് ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. അതേപോലെ നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഒരു ഗുഡ് ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, അതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻറ്റുമായിട്ട് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കോണ്ടാക്റ്റും ഒക്കെ വേണം. കാരണം ഒരു ചൈൽഡ് പാരൻറ്റ് റിലേഷൻഷിപ്പും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഏരിയ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്തൊക്കെയാണ്, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്, നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്, അതിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, അവരുടെ പേഴ്സണാലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ്, ഗൈഡൻസ്, ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ്, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? കേൾക്കുന്നുണ്ടോ? അപ്പം ഇവിടെ എന്താണ്, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കുട്ടികളിൽ ഉണ്ടോ എന്ന് അവർക്ക് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഓക്കെടാ, അതായത് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഒരു വളർച്ച, അതായത് അവരുടെ ഫിസിക്കലായിട്ടുള്ള ഒരു വളർച്ച, മെന്റലായിട്ടുള്ള ഒരു വളർച്ച, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വളർച്ച, സോഷ്യൽ ആയിട്ടുള്ളതും അതേപോലെ ആയിട്ടുള്ളതിലും ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാൻ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്ത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതിലുണ്ടാവുന്ന ഡെവലപ്മെന്റ് ഈ കുട്ടിനെ എന്താക്കും, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആക്കുന്ന പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, കുട്ടികളിലെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അതായത് സോഷ്യൽ ഏരിയ, ആ കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാന് പഠിക്കുന്നതിലൂടെ, അതിലൂടെ തന്നെ ആണോ ടെക്സ്റ്റിൽ എനിക്ക് പ്രസന്റേഷൻ പറ്റും ഇതിലൂടെ. ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് പിന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. അതായത് നമ്മൾ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് ആ ഒരു നോട്ട്സ് ജസ്റ്റ് സ്റ്റുഡൻറ് നോട്ടായിട്ട് അങ്ങനെ എഴുതിയാൽ കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ സ്പീഡ് കുറച്ച് തരാം. നമുക്കതിനെ കുറിച്ചിട്ടൊന്ന് ഞാനേ ചോദിച്ചിട്ട്, നേരത്തെ നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ട് എടുക്കണോ, അത് കുട്ടികൾ ക്ലാസ് കേട്ടിട്ട് അതിന്നൊരു ഐഡിയ
ഒരു ഐഡിയയില് നോട്ടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ പറയുന്നത്? എന്താ പറയുന്നത്? ഓക്കെ, നമുക്ക് ഞാൻ നോട്ട് തരാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ് തൊട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം എനിക്ക് ഞാനിങ്ങനെ ഒരു സൈക്കോളജിയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കുറെ ക്ലാസ് എടുത്തോണ്ട് അവർക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ വലിയൊരു ഇതുണ്ടാവില്ല. കാരണം അവര് കുറെ കാലമായിട്ട് ഇങ്ങനെ കേട്ട് വന്നോണ്ടേ അങ്ങനെ ഇത് പോവലുണ്ട്. അതാണ് എനിക്ക് നോട്ട് നേരത്തെ ഇടാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരത്തെ നോട്ട് ഇട്ടിട്ട് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന പോലെ ക്ലാസ് എടുത്ത് പോകാം. അതാകുമ്പോൾ നിങ്ങൾക്കും കൂടി ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കാലോ. അങ്ങനെ പറ്റുമോ നോക്കാട്ടോ. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ മർസീന? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ എല്ലാരും? ഞാൻ പറഞ്ഞ കാര്യങ്ങള് ആണോ കേൾക്കുമ്പോ? തോന്നുന്നുണ്ടോ? നമ്മളൊന്നൊരു ആനി പിടിച്ചാൽ നമുക്കൊന്ന് ആനി ചിന്തിച്ച ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത സംഭവം പറയാൻ പോവാണ്. ഓക്കെ ആണോ? അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് അവരുടെ ആ ഡെവലപ്മെന്റ്, അതായത് അവരുടെ ശാരീരിക മാനസികമായിട്ടുള്ള ഡെവലപ്മെന്റ്, അവരുടെ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ്, അവര് പുറത്ത് ചുറ്റുപാടുമായിട്ട് ഇടപഴകുന്ന ഇതിലൊക്കെ ഉള്ള ഡെവലപ്മെന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്ത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുള്ള അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കാൻ പറ്റും എന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. നമ്മളെ ടീച്ച് ചെയ്യുന്നതിലൂടെ, നമ്മളിത് പഠിക്കുന്നതിലൂടെ നമുക്ക് ഇത്രയും നല്ലൊരു ഇമ്പാക്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റും എന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മള് കുറേ കാര്യങ്ങൾ നോക്കും. എന്തൊക്കെ ഉണ്ടാവും? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമുക്ക് എന്തൊക്കെ ഒരു ഏരിയകൾ നമ്മൾ നോക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇത് പഠിച്ചു, അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് റൂമിലെത്തി. അപ്പോൾ നമ്മൾ ഈ പഠിച്ചത് കൊണ്ട് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇടപഴകാൻ ഉണ്ടോ? നമ്മൾ ഈ ഏരിയ ായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിസ്സേ വോയിസ് ഇടയ്ക്ക് കട്ടാവുന്നോണ്ട് മനസ്സിലാവണില്ല ചില വാക്കുകളൊന്നും. അതായത് ഇപ്പൊ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ ഒരു ക്ലാസ് റൂമിൽ എത്തുമ്പോ അവിടെ നമുക്ക് ഇത് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന എന്തൊക്കെ കാര്യത്തില് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഐഡിയ ഉണ്ടോ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു എന്തൊക്കെ ഏരിയ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ബിഹേവിയേഴ്സ്. ഓക്കെ, അവരുടെ ഹെൽത്ത് ഒക്കെ പറ്റും. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത്.
ഡിസിപ്ലിൻ. ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ നോളേജബിൾ ആവുമ്പോൾ നമുക്ക് അവരുടെ ഒരുപാട് ഏരിയാസിൽ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. അതായത് അവരുടെ ഇന്റലിജൻസ്, അവരുടെ മെമ്മറി, ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം, അതിൽ ചേഞ്ചസ് കൊണ്ടുവരാം. അവരുടെ ഇമോഷൻസ് കറക്റ്റാണ്, വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനത്തെ അവരുടെ ലേണിംഗ് പ്രോസസ്സ്, അവരൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു, അതായത് അങ്ങനെ അവരുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവില്ലേ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് എന്താ പറയാം, ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് IQ. ഈ IQല് എന്താണ് കുറവ് വരുമ്പോഴാണല്ലോ നമുക്ക് അവിടെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അവനൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന് പറയപ്പോഴാണ് നമ്മൾ ഈ IQ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു 100 ആൻഡ് എബോവ് ആണെങ്കിൽ, 100ന്റെ മുകളിലാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സ്കെയിൽ, കുറേ അതിൻ്റെ കുറേ ടാസ്കും ടെസ്റ്റുള്ള ഒരു സ്കെയിൽ, കുറേ സ്കെയിലുകളുണ്ട് ഈ IQ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതും ഈ നിങ്ങളുടെ ഒരു ഏരിയയിൽ നോക്കാനുള്ളതും അത് തന്നെയാണ്. കാരണം അവിടെ ഒരു സംഭവം നമ്മൾ മെഷർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സൈക്കോളജിക്കലി ഉള്ള സ്കെയിൽസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഇന്റലിജൻസ് ടെസ്റ്റ് വെച്ചിട്ട് IQ എത്ര ലെവൽ ഉണ്ട് നോക്കാം. അവനൊരു സ്പെഷ്യൽ ചൈൽഡാന്ന് പറയുന്നത് ഈ IQ ഒരു സ്കോറിംഗ് ഉണ്ട്. അപ്പോൾ 100 ആൻഡ് എബോവ് ആണെങ്കിൽ ആ കുട്ടി എന്താണ്, ഗിഫ്റ്റഡ് ആണ്, ഓക്കെ ആണ് എന്നുള്ളൊരു ലെവലിൽ. പക്ഷെ ഇത് കുറഞ്ഞു വരുമ്പോൾ ബോർഡർ ലൈനും കഴിഞ്ഞിട്ട് താഴോട്ട് വരുമല്ലോ, ഒരു 60നും താഴോട്ട്, ഒരു 60 ബിലോ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അവനൊരു സ്പെഷ്യൽ കെയർ വേണം. നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്, അവന് സ്റ്റഡീസിൽ ഫസ്റ്റ് അല്ലാത്തൊരു കുട്ടീനെ നമ്മളൊരു മന്ദബുദ്ധി, പൊട്ടൻ, അങ്ങനത്തെ ഒരു രീതിയിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നതിലൂടെ ആ ഒരു സംഭവത്തിൽ കൊണ്ടുവരേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കുട്ടികൾ ചിലപ്പോൾ ഓട്ടിസ്റ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, ചിലർ എന്താവും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ലെറ്റേഴ്സ് മനസ്സിലാക്കാൻ ടൈം എടുക്കും, അവർക്ക് കൂടുതൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും, കൂടുതൽ എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും, കൂടുതൽ ടൈം ഒരു നോർമലുള്ള കുട്ടി പഠിക്കുന്ന ടൈമിനേക്കാൾ കൂടുതൽ ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ IQ എന്ന് പറയുമ്പോൾ അത് ബിലോ ആവുമ്പോൾ എന്താവും, കുട്ടികൾക്ക് നമ്മൾ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമുക്ക് എന്താക്കാം, ഈ ഏരിയകളിലൊക്കെ നമ്മുടേതായ ഒരു ഇൻഫോർമേഷൻസും നോളേജും നമുക്കും പാരൻസിനും കൊടുക്കാം. അതേപോലെ അവർക്ക് ആ ഒരു കുട്ടിക്ക് ആ ഒരു ടൈമിൽ വേണ്ട സ്പെഷ്യൽ കെയറും ആ ഒരു കൺസേണും ഒരു അറ്റൻഷനും ഒക്കെ നമ്മളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി അവിടെ നമ്മുടെ മെമ്മറി നോക്കുന്നുണ്ട്, ലേണിംഗ് പ്രോസസ്സ് നോക്കുന്നുണ്ട്, അതേപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നോക്കുന്നുണ്ട്. അവർ പഠിച്ചെടുക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ഇവിടെ മെഷർ ചെയ്യേണ്ടതുണ്ട്. കാരണം അവർ ഡെവലപ്പ് ആയോ എന്ന് അറിയാം, നമുക്ക് അവരുടെ വരുന്ന ചേഞ്ചസ് ഗുഡായിട്ടുള്ള ചേഞ്ചസിലൂടെയാണ് നമുക്ക് അവരിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, അവർ ലേണിങ് അവരിൽ നമ്മൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്പെഷ്യൽ അറ്റൻഷനോ ഒരു കെയറോ ഒക്കെ വേണ്ട ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീച്ചിങ് മെത്തേഡ് മോഡിഫൈ ചെയ്യേണ്ടി വരും. അതിലൂടെ എന്ത് ചെയ്യാം, ആ ഒരു എഡ്യൂക്കേഷണൽ എൻവിറോൺമെന്റ് കുട്ടിക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ള, കുട്ടി നല്ല ആ ഒരു നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അത് എന്ത് ചെയ്യും, കുട്ടിക്ക് നല്ലൊരു എഡ്യൂക്കേഷണൽ എൻവിറോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. കാരണം കുട്ടിക്ക് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ബിഹേവിയറിൽ, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിൽ എന്ത് ചെയ്യാണ്,
നമ്മൾ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിലും അതൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ ഇപ്പൊ പറഞ്ഞത്? എല്ലാവർക്കും ഓക്കെ ആണോ? നമുക്ക് അടുത്തൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഞാൻ പോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട വേറൊരു ഏരിയ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. കാരണം എല്ലാ കുട്ടികളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സെയിം അല്ല. ഈ സംഭവം ഇവിടെ റിപ്പീറ്റഡ്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാരണം ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിന്റെ ഡെവലപ്മെന്റിലും അവരുടെ ക്യാരക്ടറിലും ഇൻവോൾവ് എന്തായാലും ഉണ്ട്. കാരണം ജനറ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും, അവിടെ വരുത്താൻ പറ്റില്ല. എന്നാലും ബിഹേവിയറിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നതിലൂടെയാണ്, ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യാലിറ്റി, ആ കുട്ടിയുടെ പൊട്ടൻഷ്യല് ഒരു സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. അതിലും അവരെന്ത് ചെയ്യണം? അവർ മുന്നോട്ട് പോകണം, അവർ ഡെവലപ്പ് ആവണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ ഉള്ളിൽ വേണം. അതായത് നമ്മൾ ഈ ബുക്കിലുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മാത്രം ലേൺ ചെയ്യുക എന്നതിലപ്പുറം നല്ലൊരു ബിഹേവിയർ അവർ കാണിക്കണം. അതെല്ലാ ഏരിയയിലും വേണം. ഇപ്പം ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അവനക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ അവനക്ക് പ്രോപ്പറായിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ അവന് വേറൊരു വേർഡ് എഴുതും, എഴുതുന്നത് ഒരു വേർഡും പറയുന്നത് ആയിരിക്കും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവനക്കത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കര നമ്മൾ എഫേർട്ട് എടുത്തിരുന്ന് ഇത് ആണ്, അതിനെ ആന്ന് എഴുതുമ്പോൾ അതിനെ താന്ന് വായിക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവനക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ട് അവനക്ക് അവിടെ അവൻ്റെ ആ ഒരു ലേണിങ്ങിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് പക്ഷേ ഭയങ്കരമായിട്ട് പെയിന്റിങ് ഒക്കെ അറിയായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാണ്ട് ഇവരെ കുറേ ചെയ്ത് വെച്ച വർക്ക് ഉണ്ട്, അതിലൊന്നും ശ്രദ്ധിക്കാണ്ട് ഈ ഒരു സംഭവത്തിൽ മാത്രമായി ഫോക്കസ്. അപ്പൊ എന്തായി? അവനക്ക് അവിടെ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ, അങ്ങനെ ഒരു സ്കില്ല് അവനക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ അവൻ്റെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് പഠിക്കൽ മാത്രമാണ്, ബുക്കിൽ പഠിക്കൽ മാത്രമാണ്, അതില്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ളൊരു തോട്ട് ആ കുട്ടി വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിക്കൂടി. അപ്പം അവനൊരു സ്പെഷ്യൽ ചൈൽഡാണ്, നിനക്ക് ഇത് പഠിക്കാൻ കുറച്ച് സമയം അധികം ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ ഇരിക്കണം, നീ എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് നമ്മൾ അവനെ നമ്മളടുത്തുനിന്ന് മാറ്റി നിർത്തുക, ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തുക, അങ്ങനത്തെ ഉള്ളൊരു സംഭവം ഒഴിവാക്കുക. അത് മറ്റുള്ള കുട്ടികൾ അങ്ങനെ ഒരു സംഭവം കാണിക്കുമ്പോൾ അവരെ നമ്മൾ അതിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളിലൂടെ അവർ ഓരോ കഴിവുകൾ കാണിക്കുമല്ലോ, അതിനെ ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ നീഡ്, അവരുടെ കഴിവ് ഏത് ഏരിയയിലാണ്, ഏത് പ്രോഗ്രാമിലാണ്, അവർക്ക് എന്ത് സംഭവം കൊടുത്താലാണ് അവർ അത് എത്ര ഇൻട്രസ്റ്റോടെ ചെയ്യുന്നത്, അതൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ അവരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതായത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കാം. അവരുടെ കഴിവ് എന്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ചെടുക്കാം. അതേപോലെ ഈ ലേണിംഗ് ഡിസബിലിറ്റി, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ടാവും. വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയാൽ പുറത്തിറങ്ങുമ്പോൾ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതേപോലെ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അത് അവരുടെ ബുദ്ധിമുട്ടല്ല, അവരുടെ ബ്രെയിൻ ഏരിയാസിൽ ഇങ്ങനത്തെ പ്രോസസ്സ് നടക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ചില ബ്രെയിൻ ഏരിയാസിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ, എന്നുള്ളൊരു അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ പാരൻസിനെ എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം അതിനെ കുറിച്ചിട്ട്. ഓക്കെ, അതായത് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറെൻറ്റ് ബ്രെയിൻ ഏരിയാസിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി, ഇപ്പോൾ ഒരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടാവും. മറ്റേ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴുള്ള കുട്ടികളുണ്ടാവില്ല, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർത്തിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ചില വേർഡ്സ് കിട്ടൂല, ചില വേർഡ്സിന് പകരം വേറെ വേർഡ്സ് യൂസ് ചെയ്യും. ഇപ്പം രാന്ന് പറയാൻ അറിയാത്തൊരു കുട്ടി അവിടെ യാന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടാവും. അതേപോലെ എന്താണ്, അവരുടെ കുറേ ഡിഫിക്കൽറ്റി അവർ കാണിക്കും. അത് അങ്ങനെ സഫർ ചെയ്യുന്ന കുട്ടികളെ മനസ്സിലാക്കുക, അവരുടെ എന്താണ് ഫിസിക്കലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഡിസബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ അവർക്ക് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അതവിടെ പ്രൊവൈഡ് ചെയ്യണം. ലേണിംഗ് ഡിസബിലിറ്റിയും കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റിയും അതേപോലെ ഫിസിക്കലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള അവരുടെ ഡിസ്റ്റർബൻസിനെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ഒരു ഗൈഡൻസ്, ടെൻഷൻ, ഒരു എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കണം. കാരണം അങ്ങനത്തെ കൈൻഡ് ഓഫ് കുട്ടികൾ എന്താണ്, ഒരു നോർമൽ കുട്ടികളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അല്ലേ. അവർക്ക് ഇപ്പോൾ ADHD ഉള്ള കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവനക്ക് സോഷ്യലി ഉള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് അവന് ഫോളോ ചെയ്യേയില്ല, ഭയങ്കര ഓവർ റിയാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനുള്ള ക്ഷമ പോലും ഇല്ലാത്ത കുട്ടികളായിരിക്കും. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണുക എന്താണ്, അവരിങ്ങനെ കൊച്ചിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെ കുട്ടികളല്ല, അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകൾ കാണിക്കും. ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയി, അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവന് സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര റിയാക്റ്റീവ്. അതേപോലെ അവർക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ബിഹേവിയർ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കും. ഇപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കും. അല്ലെങ്കിൽ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കിട്ടുന്നവരെ അവന് അതിന് വേണ്ടി ഒച്ചിട്ടോണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ അവരെ അതിന്നൊക്കെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനത്തെ അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ കുറേ തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ റിക്കവർ ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു കഴിവ്, ഇപ്പോൾ അവിടെ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ക്ലാസിക് ഡാൻസ് കളിക്കുന്നു, ക്ലാസിക്കൽ നല്ല കളിക്കായിരുന്നു, ഒരു ഓട്ടിസ്റ്റിക് ആണ്. അതേപോലെ ഒരു കുട്ടി സംസാരിക്കൂല, പക്ഷെ അവൻ പാട്ട് പാടും, ഒരു കമ്മ്യൂണിക്കേഷനും നടത്തൂല. നമുക്ക് അവന് വേണം, ഇത് വേണം, വിശക്കുന്നുണ്ട്, പോണം, ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ നോർമൽ കുട്ടികളിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നത് കുട്ടികൾക്ക് ഏത് കൈൻഡ് ഓഫ് ടീച്ചിങ് ആണ് വേണ്ടത്, എന്തൊക്കെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ കെയർ നമ്മളെ സൈഡിൽ നിന്ന് വേണം, എന്തൊക്കെ അപ്രോച്ചാണ് നമ്മൾ നടത്തേണ്ടത്, അവർക്ക് എന്തൊക്കെ ടെക്നിക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്തൊക്കെ ടെക്നോളജീസും ടെക്നിക്സും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മോണ്ടിസോറി എന്നുള്ള ലെവലിലേക്ക് നോക്കുമ്പോൾ കുട്ടികളുടെ നീഡിനെ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഈ സ്പെഷ്യലി നീഡഡ് ആണ് കുട്ടികൾ. ആ ടൈമിൽ വളരെ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് കുറേ കെയറും അറ്റൻഷനും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമാണ്. അപ്പോൾ അവരുടെ ആ നീഡിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എന്തുണ്ടാവണം, നമ്മുടെ സൈഡിൽ നിന്നൊരു നല്ല ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. ലേൺ ചെയ്യുന്നതിലൂടെ നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ബിഹേവിയർ, അതിലുള്ള മോഡിഫിക്കേഷന് ഒക്കെ നടക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജീൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് തോന്നുന്നത്? കേൾക്കുന്നുണ്ടോ?
അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതുപോലെ നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട പൊട്ടൻഷ്യാലിറ്റീസ്, കുട്ടികൾ കാണിക്കുന്ന ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ്, സ്കിൽസ്, അതുപോലുള്ള നമ്മൾ അവർക്ക് കൊടുക്കാൻ അവരുടെ നീഡ്, അവരുടെ കഴിവുകൾ, അവരുടെ സ്കില്ലൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ, അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ സഫർ ചെയ്യുന്നത്, അത് അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ടാവും, അതിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതേപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ്, ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ട്, ഇമോഷണലി ഉള്ള ഡിസ്റ്റർബൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സ്പെഷ്യൽ നിന്നും ഇവർക്കൊരു ഒരു കെയർ വേണം. ഇവർ സ്പെഷ്യൽ ആണ് എന്നുള്ളൊരു ഇൻഫോർമേഷൻ, ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസിൽ കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, അപ്ലൈ ചെയ്യാൻ ുള്ള കുറെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതിലൂടെ എന്തുണ്ടാവും, കുട്ടികളിൽ ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്താവും, നമ്മളൊരു കാരണമാവും, കുട്ടികളിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊരു റീസൺ ആവും. അതായത് സ്പെഷ്യലി നീഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയൊക്കെ മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡിഫറെൻ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ റിലീജിയസ് ബിലീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സ്റ്റുഡൻസിൻ്റെ മെമ്മറി, ഇൻ്റലിജൻസ്, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവരുടെ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള പെർസെപ്ഷൻസ്, ഇതൊക്കെ എന്താണ് അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയകളിലൊക്കെ ശ്രദ്ധിക്കണം. അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ IQ, അവർ ഇതുകൊണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടോ, അവർക്ക് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മെഷർ ചെയ്യണം. ഓക്കെ ആണോ? ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയുന്നു. റെസ്പോണ്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ നോട്ട് ഇപ്പം തന്നെ ഇട്ടുതരാം, അപ്പം നിങ്ങൾക്ക് ഒന്ന് വായിക്കാലോ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അപ്ലൈഡ് സൈക്കോളജിയാണ്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, സൈക്കോളജിക്കലായിട്ടുള്ള ട്രിക്സുകളും പ്രിൻസിപ്പിളുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണേ, നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാണ്. നമ്മളൊരു എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്ന, ഗുഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നർ പറഞ്ഞത്, നമ്മൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ എന്താണ് ഡീൽ ചെയ്യുന്നത്, ടീച്ചിങ്ങും ലേണിങ്ങും. അതേപോലെ ക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് എന്താണ്, നമ്മുടെ ബർത്ത് മുതൽ നമ്മുടെ ഓൾഡ് ഏജ് ആവുന്ന വരെയുള്ള ആ ജേർണിയിൽ നമ്മൾ എന്താണ് എക്സ്പീരിയൻസിലൂടെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. അതേപോലെ എന്താണ് നമ്മൾക്ക് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജീൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഏരിയയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് മെത്തേഡ്, അതേപോലെ അവരുടെ ഉണ്ടാവുന്ന അവരുടെ അഡ്ജസ്റ്റ്മെന്റ്, അവരുടെ ഗൈഡൻസ്, ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതേപോലെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അങ്ങനെ പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് ഇല്ലേ, അത് ഏതൊക്കെ ഏരിയയിൽ, അവരുടെ ഫിസിക്കലായിട്ടും അവരുടെ ഇമോഷണൽ, മെൻ്റൽ, മോറൽ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ മെഷർ ചെയ്യണം.
അതിലൂടെ ആ കുട്ടി എന്താകും, നല്ല ഉത്തരവാദിത്വമുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവും. അതേപോലെ അവരുടെ മെമ്മറി, ഇന്റലിജൻസ്, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരു സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വേയില് നമ്മളുടെ ടീച്ചിങ് മെത്തേഡ്സിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ എന്ത് ചെയ്യും, കുട്ടിയുടെ ഈ എഡ്യൂക്കേഷണൽ എൻവിറോൺമെന്റിൽ നമ്മളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പിലുള്ള ഇമ്പ്രൂവ്മെന്റ്, അതൊക്കെ ഒരു ഗുഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എൻവിറോൺമെന്റ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ആ കുട്ടിയുടെ സ്പെഷ്യൽ പൊട്ടൻഷ്യാലിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ആ കുട്ടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആ കുട്ടിയുടെ സ്കില്ല് എവിടെയാണെന്ന് മനസ്സിലാക്കുക, ആ കുട്ടി ഒരു ലേണിംഗ് ഡിസബിലിറ്റി സഫർ ചെയ്യുന്നുണ്ടോ, ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റി ഉണ്ടോ, ആ കുട്ടി ഈ ഒരു എഡ്യൂക്കേഷണൽ എൻവിറോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആണോ, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ, അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ അവിടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു സ്പെഷ്യൽ കെയറും അറ്റൻഷനും കൊടുക്കാൻ നമുക്ക് പറ്റണം. അവർ മറ്റുള്ള കുട്ടികൾ നോർമലി ഒരു എടുക്കുന്ന ടൈമും ഒരു കാര്യം ചെയ്യാൻ എടുക്കുന്ന ടൈമിനേക്കാൾ ഒരു ടൈം ഇവര് എടുക്കും. അതിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോച്ചസ് നമ്മൾ നടത്തണം നമ്മുടെ ടീച്ചിങ്ങിൽ. അതിന് പറ്റുന്ന ഒരു ടെക്നോളജീസ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, എഡ്യൂക്കേഷണൽ സൈക്കോളജീന്റെ ഇൻട്രൊഡക്ഷനിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ? ആർക്കെങ്കിലും ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് തിരിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ നിങ്ങളുടെ ഒരു സ്റ്റുഡന്റ് വേർഷനിൽ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിന് എന്തൊക്കെ പഠിക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യം, ഇപ്പൊ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജീനെ കുറിച്ചിട്ട് ഞാൻ പറയട്ടെ ഒരു മിസ്സേ? ഓക്കേടാ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സൈക്കോളജിയാണ്. സ്കിന്നർ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ്. അതായത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ക്രൂ ആൻഡ് ക്രൂ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞത്, നമ്മൾ ഒരു കുട്ടി ജനിച്ച മുതൽ ഓൾഡ് ഏജ് ആവുന്നത് വരെ നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് നമ്മൾ ബിഹേവിയറിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് നമ്മളൊരു എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെയാണ് കുട്ടികളുടെ മോഡലായിട്ട് ഉണ്ടാവുക. അവരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അവർക്ക് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഇൻസ്പിറേഷൻ ആയിട്ട് കാണേണ്ടതാണ്. പിന്നെ മെന്റൽ ഡെവലപ്മെന്റ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമ്മൾ കുട്ടികൾക്ക് നേടിക്കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുട്ടികൾ പല സിറ്റുവേഷനിൽ വരുന്ന കുട്ടികളാണ്. ഫിനാൻഷ്യലി, സോഷ്യലി, റിലീജിയസ് ആയിട്ടും എല്ലാ ടൈപ്പിലുള്ള കുട്ടികളും നമ്മളെ മുമ്പിൽ ഉണ്ടാവും. അപ്പൊ ആ കുട്ടികളെ നമ്മളെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഒരേപോലെ നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ചില കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള മറ്റുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ മറ്റുള്ളതിൽ നിന്ന് ഒറ്റപ്പെടുത്താതെ അവരെയും കൂടി കൂട്ടി അവർക്ക് കുറച്ച് ടൈം കൊടുത്ത് അവരത് ശരിയാക്കി എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. പിന്നെ പാരന്റ്സ് ആയിട്ടും കുട്ടികളുടെ പാരന്റ്സ് ആയിട്ടും ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് കൊണ്ടുനടക്കണം. അപ്പൊ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അവരുടെ പേഴ്സണൽ ആൻഡ് പൊട്ടൻഷ്യൽ സ്കില്ല് വളർത്തിയെടുക്കുക. അതായത് കുട്ടികൾക്ക് പഠിപ്പ് അല്ലാണ്ട് ലേണിംഗ് അല്ലാണ്ട് മറ്റുള്ള സ്കിൽസ് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാനും അത് ഇംപ്രൂവ് ചെയ്യാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. താങ്ക് യുടാ. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? എക്സ്ട്രാ പോയിന്റോ, അതായത് നിങ്ങളുടേതായ ഒരു എന്തെങ്കിലും ഐഡിയാസോ ട്രിക്സോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും പ്രിൻസിപ്പിൾസോ എന്തെങ്കിലും പറയാനുണ്ടോ?
സംസാരിക്കടാ. നമുക്കങ്ങനെ സംസാരിച്ച് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റോ ഒരു വെബിനാറോ ഒരു സെമിനാറോ ഒക്കെ കിട്ടുമ്പോൾ അങ്ങനെ സംസാരിക്കാലോ. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ടോ നിങ്ങൾ ഒരു തെറ്റായ പോയിന്റ് പറഞ്ഞു അങ്ങനത്തെ ഒരു വലിയ ഒരു ജഡ്ജ്മെന്റും ഇവിടെ നടത്തൂല. അതുകൊണ്ട് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാം, പറയാം, ചോദിക്കാം. ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് പറയട്ടെ. എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കാര്യം പറയാം. അതായത് ഒരു ഒരു കേസ് വന്നതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ഈ കുട്ടി പറയുന്നില്ല. സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, ക്ലാസ്സിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു ലെവലിൽ ഈ കുട്ടി പറയാൻ തുടങ്ങി. എടാ അത് സംഭവം റെക്കോർഡിങ് ഓക്കെ. ഈ കുട്ടി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി എവിടെയും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കുട്ടിയുടെ ക്ലാസ് ടീച്ചറിന്റെ നെയ്വൽ ഉണ്ടല്ലോ. അപ്പൊ ഈ സാരി എടുക്കുമ്പോ ആ നെയ്വൽ ഭാഗം അങ്ങനെ കാണുമല്ലോ. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ അതിങ്ങനെ നോക്കിയിട്ട് മൈൻഡിൽ അതായിപ്പോയി. ഈ മിസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഈ കുട്ടിക്ക് മൈൻഡിൽ വരിക ഈ സംഭവമാണ്. വീട്ടിൽ പോയിട്ട് പഠിക്കാൻ പറയുമ്പോഴും ഈ കുട്ടിക്ക് വരും എന്താണ്, ഈ കുട്ടി കണ്ട ഈ ഒരു സംഭവം, ഈ ഒരു നെയ്വൽ ഇങ്ങനെ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോ എന്ത് ആലോചിക്കുമ്പോഴും ഈ കുട്ടിക്ക് ഈ തൊട്ട് വരും. ഇതായിരുന്നു ആ കുട്ടിക്ക്. എന്താണ്, ഞാൻ മോശമാണോ, എന്താണ് അങ്ങനെ കാണുമ്പോൾ ഉള്ള ആ കുട്ടിക്ക് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. ഈ ബുക്കിലേക്ക് നോക്കുമ്പോ പറ്റുന്നില്ല, വായിക്കാൻ തോന്നുന്നില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കൊടുന്നത് നമ്മളെടുത്ത്. അപ്പൊ കുട്ടിയുടെ തോട്ട് പ്രോസസ് എങ്ങനെ പോയി ബുക്ക് എന്നുള്ള കാര്യം. ഇപ്പോഴുള്ള ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഡ്രസ്സിങ്, നമ്മളൊരു പ്രസന്റ് ചെയ്യുന്ന ഒരു വേയില്ലേ, അതിലൊക്കെ ഇനി വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും, അതേപോലെ ഒരു ഗുഡ് ബിഹേവിയറും ബാഡ് ടച്ചും ഒക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളതിനെ കുറിച്ചിട്ട് ഇൻഫോർമേറ്റീവ് ആവുക എന്താണ് എന്നുള്ളതും നമ്മളൊരു ഈ ഒരു ഫീൽഡ് ആയിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ഇങ്ങനെ ടീച്ചിങ് ഫീൽഡിൽ വരുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ കേസുകൾ കിട്ടുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കാം. അപ്പം ജസ്റ്റ് ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ ഏരിയയിലും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്നുള്ളത് കേട്ടോ. ഡൗട്ട്സ് പോലെ ചോദിക്കാനോ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഇനി ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറയോ. ഇപ്പൊ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണെന്നുള്ള ഒരു ഇൻട്രോഡക്ഷൻ ഒരു 5 വന്നാല് ഞാൻ അത്യാവശ്യം പോയിന്റ്സ് എഴുതും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? ഹലോ, ക്ലാസ് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണ്, ക്ലാസ് ഓക്കെ ആണ്, കോൺസെപ്റ്റ് ഓക്കെ ആണ്, ഡൗട്ട്സ് ഒന്നും ഇല്ല, ക്ലിയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ ഇടട്ടോ. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനോ സമ്മറൈസ് ചെയ്യാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ സംസാരിക്കാം.
അല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം.